ഇവിടെ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം എല്ലാ സ്ഥലത്തും ആഗസ്റ്റ് 15 ലോകത്ത് മൊത്തം സ്വാതന്ത്ര്യമായി കൊടുത്ത് ഒരു തെറ്റല്ലല്ലോ. എല്ലാ സ്ഥലത്തും അതിനോണ്ട് എനിക്ക് ഇവിടെ വരാൻ പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, ഒന്നും വേണ്ട. ആണോ? ഓസ്ട്രേലിയ കണ്ടുപിടിച്ച് ഞാനാണല്ലോ. ഓസ്ട്രേലിയന്റെ കഥ എന്ന് പറഞ്ഞാല് ഭയങ്കര പ്രശ്നക്കാരായ കുറ്റവാളികളുണ്ടാവും. ഈ കുറ്റവാളികളെ ഞാന്, വല്ലഭായി, മോത്തിലാലി, തിലകൻ, തങ്കത്തോപ്പി, ഞങ്ങളെല്ലാരും കൂടി ഒരു ഉരുവിന്റെ അകത്ത് കയറ്റിയിട്ട് ഇങ്ങനെ പോരാ. അങ്ങനെ പോന്ന് കൊറേ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് മോത്തിലാലിനോട് പറഞ്ഞത് അവിടെ കര കാലുണ്ട്, അവിടേക്ക് എന്റെ അടുപ്പിച്ചോളം പറഞ്ഞു. മോത്തിലാല വണ്ടി വിട്ട് വണ്ടി വിട്ടേ. അങ്ങനെ ഇത് ഉരു അങ്ങോട്ട് അടുപ്പിച്ച് ഇറക്കി വിട്ട് ആ സ്ഥലമാണ് ഓസ്ട്രേലിയ. അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഇറക്കിയതാണോ എനിക്കറിയില്ല. ഞാൻ ഇറക്കിയേ കുറ്റവാളികളെ കൊണ്ട് താമസിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ കടപ്പുറത്ത് കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു തിളക്കം. ദിലീപിന്റെ സിനിമ തിളക്കം അല്ലടോ, 2016 അല്ല 916 സ്വർണം. ഞാൻ പറഞ്ഞ കുഴിച്ചോളി സ്വർണ്ണ കണ്ടീന കുഴിച്ചോളി തന്നെ. ഞങ്ങൾ എല്ലാരും കൂടി കുഴിച്ചപ്പം വള, മോതിരം, മാല, ഇങ്ങനത്തെ സാധനങ്ങൾ, ജ്വല്ലറിന്റെ സാധനം പിന്നെ കുഴിച്ചിട്ട് അവിടെ അങ്ങനെ ഗോൾഡ് അങ്ങനെ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കൊറേ സാധനം ഇങ്ങനെ വന്നോണ്ടിരിക്ക. കുറച്ച് ആൾക്കാരും കൂടി ഉരുവിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് മലയാളികളെ ഒരാതൊക്കെ അങ്ങനെ ഇത് കൊണ്ടുവന്ന് ഇവരെല്ലാരും കൂടി കുഴിക്കാൻ തുടങ്ങി. അപ്പൊ സ്വർണ്ണൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് ആർത്തി മൂത്തപ്പോ വാരി കുഴിച്ചപ്പേ കല്ലും കാലൊക്കെ മുറിയാൻ തുടങ്ങി. അപ്പൊ തന്നെ ഞാൻ ഒരു കൊടുത്ത് പിന്നെയും വിട്ട്. എന്നിട്ട് അവിടുന്ന് കുറച്ച് നേഴ്സുമാരങ്ങോട്ട് ഇറക്കി. അങ്ങനെയാണ് അവിടെ നേഴ്സുമാർ വന്നത്. ആ നേഴ്സുമാർ നമ്മളെ നാട്ടിലാണല്ലോ നേഴ്സുമാർക്ക് വില ഇല്ലാത്ത. ഇവിടെ ഭയങ്കര വില. ഇവിടുത്തെ മാലാകന്മാരാ. നമുക്ക് നാട്ടില് മാലാകന്മാരെന്ന പേരും പ്ലക്കാർഡ് പിടിച്ച സമരത്തിന് നാട്ടില് അതെ സമരത്തിൽ നിൽക്കണം. അത് ശരി. അങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവര് പറഞ്ഞ് കണാരേട്ടാ ഇവിടെ ആണെങ്കിൽ തെങ്ങില്ല, മാവില്ല, പ്ലാവില്ല, കപ്പല്ല, അതൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് ഇതൊക്കെ കൊണ്ടുവന്ന് ഞാൻ അതൊക്കെ അവിടെ കുഴിച്ചിട്ടേ. ഞാൻ കുഴിച്ചിട്ടല്ലേ. അല്ലാതെ ഈ കപ്പ മാത്രം കിട്ടിക്കാരില്ല, കപ്പയും കള്ളുന്നൊക്കെ അല്ലേ പറയാ. കള്ള് ഇല്ലീഗലാക്കി ഞാൻ അവിടെ മാറ്റാൻ പെർമിഷൻ വാങ്ങി കൊടുത്ത. സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കാം. ഞാൻ പെർമിഷൻ വാങ്ങി കൊടുത്ത. അങ്ങനെയാ ഉണ്ടായത്. ഒന്നും പറയണ്ട. ഞാൻ ഇപ്പൊ ഡൽഹിന്നാ വരുന്നത്. ഡൽഹിയിൽ മുഖ്യമന്ത്രി അല്ല, ഡൽഹിയിൽ പ്രധാനമന്ത്രി ഡൽഹിയിൽ ആരാന്നും കൂടി അറിയില്ല. പ്രധാനമന്ത്രി കേരളത്തിൽ ഇത് ഉണ്ടാക്കി കൊടുത്തല്ലോ. ഹൈവേ വന്നില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ. മലപ്പുറം ഭാഗത്തൊക്കെ പൊളിഞ്ഞു പോയി. അത് 2 ദിവസം ഞാൻ വിട്ടുന്നപ്പോ പൊളിഞ്ഞതാ. അങ്ങനെ ഞാൻ